ഞാൻ മല കയറിയപ്പോ വല്ലാത്തൊരാദിയിലായിരുന്നില്ലേ എന്റെ മഹി? ഇപ്പൊ അതൊക്കെ മാറിയില്ലേ? കണ്ടിട്ട് മടങ്ങി വരുമ്പോ ഇത്രയും വലിയൊരു അത്ഭുതം സംഭവിക്കുന്ന ഞാൻ കരുതിയതേയില്ല. തോമസ് സാറിനോട് ഇത് വിളിച്ചു പറഞ്ഞോ? ഇല്ല, ആരെയും വിളിച്ചില്ല. ആദ്യം താൻ എന്നെ ഇങ്ങനെ കാണട്ടെ എന്ന് കരുതി. ഇനി തോമസ് സാറിന്റെ വീട്ടിലേക്ക് പോണം. ആദ്യം അനന്തുവിന്റെ വീട്ടിലേക്ക്. എന്റെ മഹിയെ എനിക്ക് തരാൻ വേണ്ടിയിട്ടാ ദൈവങ്ങൾ എന്നെ വീൽ ചെയറിലാക്കിയതെന്ന് ഇപ്പൊ എനിക്ക് ശരിക്കും ബോധ്യമായി. എനിക്ക് അങ്ങനെ ഒരു വൈകല്യം ഇല്ലായിരുന്നെങ്കിൽ മറ്റേതെങ്കിലും പെൺകുട്ടികൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നേനെ. പണവും പ്രതാപമുള്ള എന്നെ കൊത്തിക്കൊണ്ടു പോവാൻ നല്ല കുടുംബക്കാരും കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികളും മത്സരിച്ചു വന്നേനെ. ചിലപ്പോ കുറുക്കനായ വാമദേവൻ എന്ന എന്റെ അമ്മാവൻ അയാളുടെ മകളെ തന്നെ എന്റെ തല കെട്ടിവെച്ചേനെ. അതൊക്കെ ഒഴിവാക്കി തന്നെ എനിക്ക് തന്ന അയ്യപ്പ സ്വാമിയോട് എത്ര നന്ദി പറഞ്ഞാലും അത് അധികം ആവില്ല.